യെശയ്യാ പ്രവാചക പുസ്തകം 55-ാം അധ്യായം 8-9 വാക്യം. കഥ പറയുകയാണ്, എന്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല, നിങ്ങളുടെ വഴികൾ എന്റേതുപോലെ. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നിരിക്കുന്ന പോലെ എന്റെ ചിന്തകളും വഴികളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ. കർത്താവിന്റെ ചിന്തയെ കുറിച്ചാണ് കർത്താവിന്റെ ചിന്ത. മത്തായി സുവിശേഷം 5-ാം അധ്യായം 8-ാം വാക്യം യേശു പറയുകയാണ്, ഹൃദയ വിശുദ്ധിയുള്ളവർ ഭാഗ്യവാൻ, അവർ ദൈവത്തെ കാണും. ഹൃദയഭാവത്തിലാണ് കർത്താവിന്റെ ശ്രദ്ധ. നമ്മുടെ ഉള്ളത്തിലേക്ക് സാമുവേൽ 1-ാം പുസ്തകം 16-ാം അധ്യായം 7-ാം വാക്യം, മനുഷ്യൻ ഭാഗ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, എന്നാൽ കർത്താവാകട്ടെ ഹൃദയഭാവത്തിൽ ഉള്ളം നോക്കുന്നവനാണ്, ഉള്ളിൽ അഴക് കാണുന്നു. ലോകത്തിനത് മനസ്സിലാകില്ല. ഉള്ളിൽ എങ്ങനെയാണ് ഇവൻ? ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അവന്റെ ഉള്ളം കർത്താവ് അറിയും. ഇവനെ എങ്ങനെ രക്ഷിക്കാം? ഇതാണ് കർത്താവിന്റെ ചിന്ത, ഉയർന്ന ചിന്ത. ആരെ കണ്ടാൽ കർത്താവിന്റെ ചിന്ത ഇതാണ്, ഇവനെ എങ്ങനെ രക്ഷിക്കാൻ പറ്റും? തള്ളിക്കളയാനോ ശിക്ഷിക്കാനോ ഇത് കർത്താവിന്റെ പണിയല്ല, കർത്താവിന്റെ നിഘണ്ടുവിലില്ല. എങ്ങനെ ഇവരെ രക്ഷിക്കാൻ പറ്റും? ഒരാളെ കണ്ട ഇതാണ് കർത്താവിന്റെ ചിന്ത, ഉയർന്ന ചിന്ത, നമുക്കില്ലാത്ത ചിന്ത. ഇല്ലെങ്കിൽ നമ്മളൊക്കെ ഇവിടെ നിൽക്കുമോ? എന്നേ ലോകത്ത് മറിഞ്ഞു നമുക്ക് എന്ത് യോഗ്യതയുണ്ട്? നമുക്ക് വിധിക്കാൻ എന്ത് യോഗ്യതയുണ്ട്? ഹൃദയവിശുദ്ധി. എന്താണ് ഈ ഹൃദയവിശുദ്ധി? ഹൃദയവിശുദ്ധി ഇതാണ്, അവന്റേതായി തീരുവാൻ, അവനോടുള്ള ആഴമായ ബന്ധത്തിൽ വളരുവാൻ എല്ലാം ത്യജിക്കുന്നവർ, അതിനുവേണ്ടി കഷ്ടപ്പെടുന്നവർ, വീണുപോയാലും വീണ്ടും എഴുന്നേറ്റ് തെറ്റുപറ്റി കർത്താവേ ഇതാ ഞാൻ വീണ്ടും വരുന്നു, ഇങ്ങനെ പരിശ്രമിക്കുന്നവർ. പറഞ്ഞു, ഞാൻ തീവ്രമായി പരിശ്രമിക്കാണ്, ഇത് കിട്ടിക്കഴിഞ്ഞെന്ന് എനിക്ക് ഒരിക്കലും ചിന്തിക്കുന്നില്ല. കാരണം ഞാൻ ദുർബലനായ മനുഷ്യനാണ്. ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. റോമർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായം 19-ാം വാക്യം, നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ചെയ്യുന്നതൊക്കെ തിന്മ, ചെയ്യുന്നതൊക്കെ തെറ്റാണ് ചെയ്തു പോകുന്നത്, അബദ്ധങ്ങളാണ് ചെയ്തു പോകുന്നത്. ഞാൻ ദുർബലനായ മനുഷ്യൻ, ആര് ഇതിൽ തന്നെ രക്ഷിക്കും? ഉടനുത്തരം പറയുകയാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി. യേശുവാണ് നമ്മുടെ ലോകരക്ഷകൻ, പാപമോചകൻ.